കെട്ടുകഥകൾ നട്ടെല്ലിൽ കെട്ടിപ്പുണർന്ന് മർത്യനെ വട്ടാക്കി നട്ടം തിരിക്കുന്ന നാട്ടിൽ വെട്ടമുള്ള കഥകൾ കേട്ട് ജനക്കൂട്ടം ഞെട്ടിത്തെറിച്ച് അട്ടഹസിക്കട്ടെ. വർഷകാലം അവസാനിച്ചു, ഇനി വേനൽക്കാലം. ഞാൻ ഗൾഫിലായിരുന്നു 10-16 വർഷം. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തിരക്കഥ അതിങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ 10-16 വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് പാർട്ടീഷനിൽ ഞങ്ങൾക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ 1 ഏക്കർ സ്ഥലം കേരളത്തിൻ്റെ ഷേപ്പാണ്. കേരളത്തിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഉന്തിയും തള്ളിയും നീണ്ടും കൂർത്തും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ജിജ്ഞാസയുള്ള ആളായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് പാർട്ടീഷനിൽ ഈ സ്ഥലം കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഒരു പ്രതലം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. അത് ഒന്നൊന്നായി ഇറക്കി വെച്ചതാണ് ഈ കൗതുക പാർക്ക്. ഇത് ഓരോ ജീവജാലങ്ങളും മനുഷ്യരടക്കം എല്ലാം ഈ ഓൾമൈറ്റി പവറിനാൽ അതല്ലെങ്കിൽ യൂണിവേഴ്സൽ പവറിനാൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഒരു കോർഡിനേഷനോട് കൂടിയാണ് ഈ ലോകം, ഗാലക്സികളൊക്കെ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗം ചേർന്ന് എനിക്ക് കിട്ടിയേക്കുന്ന പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനൊരിക്കലും എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് ഞാനൊരു അജണ്ടയോട് കൂടി കൗതുക പാർക്കിലേക്ക് ഇറങ്ങി തിരിച്ച ആളല്ല. അപ്പോൾ ഞാനിതിന് നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ തിരിച്ചറിയണം. അങ്ങനെ ആണ് ഈ കൗതുക പാർക്ക് ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത്. ഫ്ലൈറ്റ് പോലെ ഒരു മീനെ നിങ്ങൾക്ക് കാണിച്ചു കൗതുക പാർക്ക് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം ആ ലക്ഷ്യത്തിലേക്കാണ് ഇനി പോക്ക്. അപ്പൊ നിങ്ങളെ നല്ല മക്കളായി അങ്ങള് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മിടുക്കന്മാരും മിടുക്കികളായിട്ട്
ഇത് ചാലക്കുടിയിലെ ഒരു കൗതുക ലോകമാണ്. ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലുമൊക്കെ ജീവിക്കുന്ന ജീവജാലങ്ങളെ കൂടെ ചേർത്ത് വെച്ച് അത്ഭുതത്തിൻ്റെ ഒരു ആവാസമൊരുക്കുന്ന ചാലക്കുടിക്കാരൻ വർക്കിച്ചേട്ടൻ്റെ കൗതുക പാർക്ക്. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയും പോലെ വർക്കിച്ചേട്ടൻ്റെ ഒരു കൗതുക ലോകം. മഴക്കാലമാകുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. എന്നും വർഷകാലമാണെങ്കിൽ വർഷകാലത്തിൻ്റെ അനുഭവം, വേനൽക്കാലമാണെങ്കിൽ ഇത് തന്നെ നല്ല സുഖമല്ലേ. അതിരാവിലെ മഞ്ഞുള്ള സമയത്ത് വേറൊരു അനുഭവം. പിന്നെ കാലാവസ്ഥയുടെ വൈവിധ്യ രൂപങ്ങളില്ലേ, അതിലേക്ക് നമ്മൾ ആഗ്രഹിച്ച് ഇറങ്ങി ചെല്ലുമ്പോൾ ഏത് രൂപം കാലാവസ്ഥയുടെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നും ചൂടുകാലമാണെങ്കിൽ എന്തൊരു ആസ്വാദനം, ആവർത്തന പരിസ്ഥിതി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴ വന്നു, മഞ്ഞ് വന്നു. ഇന്ന് രാവിലെ അല്ല, ഇന്നലെ വൈകിട്ട് ഉച്ചയോടുകൂടി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ, മഴയില്ല ഒന്നുമില്ല, ഭയങ്കര കാറ്റ്. അപ്പോൾ ഈ കുളങ്ങളിൽ മുഴുവൻ ഈ ഉണക്ക ഇലകൾ വീഴും. അതിൽ ഞാനത് ഓടി നടന്ന് വേഗം, കാരണം വരുന്നവർ അത് കാണുമ്പോൾ മീനെ കാണാൻ പറ്റില്ല, മുകളിൽ ഇതിങ്ങനെ പടർന്ന് വിധാനിച്ച് എടുക്കല്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കോരി കളഞ്ഞ് പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ലഹരി കഴിക്കുന്ന ആളുകളില്ലേ, അവർ ലഹരിയിൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യണതെന്ന് അവർക്കറിയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ബോധത്തോടു കൂടിയല്ല ചെയ്യണേ, നല്ല കാര്യങ്ങളാവില്ല ചെയ്യുക. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളല്ല ചെയ്യണേ, കള്ളിൻ്റെ അയാൾ ചെയ്യണതാണ്. അപ്പോൾ അയാൾ ശരിയാണോ തെറ്റാണോ എന്ന് അവർക്കറിയില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പാഷനില്ലേ, നമുക്ക് ഒരു കാര്യത്തിനോടുള്ള ആസക്തി, എനിക്ക് അതിലൂടെ സഞ്ചരിക്കണം, എനിക്ക് അത് ചെയ്യണം എന്നുള്ള ആ ഒരു പാഷനായി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ഈ കൗതുക പാർക്ക് ഇത്രയും കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെങ്ങനെയായി മനുഷ്യൻ ഇത് ചെയ്ത് തീർക്കണേ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇതെൻ്റെ പാഷനാണ്, ഞാൻ ചെയ്യണമെന്ന് ഞാൻ അറിയുന്നില്ല, ഒരു ലഹരിയിലാണ്. ഇതിൻ്റെ അടി ഇങ്ങനെ കമ്പി വെച്ചാനുണ്ടോ, അപ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ മെറ്റാലിക് നെറ്റാണ് ചെയ്തു വെച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഈ നമ്മുടെ ടയറിൻ്റെ ഇങ്ങനെ പാളികൾ എടുത്ത് വിരിച്ചിട്ട് അതിൽ കല്ല് വെച്ചേക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വേരുകളുടെ നെറ്റ്വർക്കാണ് ഈ സാധനം. പക്ഷേ ഈ ഇടകൾ നമുക്ക് പലക പോലെ ആക്കാൻ പറ്റില്ലല്ലോ, പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കയറുന്നവർ സുരക്ഷിതരായിരിക്കാനാണ് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണും കല്ലും വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് പുതിയത് പൊട്ടിമുളച്ച് പൊന്തി വരുന്ന വേരുകൾ മുഴുവൻ ഇതിൽ പടർന്നു വീഴും. ശരിക്കും ഇതുണ്ടല്ലോ, ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭംഗി കംപ്ലീറ്റ് അത് പോയല്ലോ. ഇത് ഇങ്ങനെ സ്വാഭാവികമായിട്ട് കല്ലുകളും മണ്ണുകളും വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അതെ വല്ലാത്തൊരു സുഖം കിട്ടുന്നുണ്ട്. പിന്നെ കാരണം ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഈ ചൂട് കാലത്തും ഞാൻ വന്ന് കയറിയപ്പോൾ അത്യാവശ്യം നല്ലൊരു കൂളാണ് ഇവിടെ ചൂടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എനിക്കറിയില്ല, ഞാൻ നെറ്റിൽ കയറി അത്ര സെർച്ച് ചെയ്ത് നോക്കിയില്ല. എൻ്റെ കേട്ടറിവ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തരുന്നത് മുളയാണെന്ന് പറയണത്. എനിക്കറിയില്ല, അത് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിൽ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിവുള്ളവരുടെ അടുത്ത് സംസാരിക്കണം. സെക്കൻഡ്, ഈ ഓക്സിജൻ പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഓക്സിജൻ പ്ലാന്റുകളൊക്കെ ഓക്സിജൻ, അത് കഴിഞ്ഞിട്ട് ആനുപാതികമായിട്ട് ഇവിടെ കാണുന്ന കാട് പോലെ കാണുന്ന ആ വെജിറ്റേഷൻ ഫുള്ള് ഓക്സിജനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് തണവാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓൾറെഡി ഇവിടെ തണവായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നമുക്ക് ഈ സസ്യലതാദികളും വെജിറ്റേഷനും സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഓക്സിജൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ തന്നെ ഭിത്തികളില്ലേ, അത് ഭയങ്കര സ്ട്രോങ് ആവും. മറ്റേത് ഇങ്ങനെ ഫിൽറ്ററാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി കോൺക്രീറ്റ് കാടുകളിൽ ഫുള്ള്, ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട കോൺക്രീറ്റ് കാടൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ പക്ഷേ അതിന് ആനുപാതികമായി തന്നെ തത്തുല്യ അളവിലോ
അതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലോ സസ്യങ്ങളെ കൂടി കോൺക്രീറ്റ് കാടുകളിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അത് പറഞ്ഞപ്പോഴാ നമ്മുടെ ആ കുസാറ്റിന് തൊട്ട് മുമ്പ് റൈറ്റ് സൈഡിൽ ഒരു കെട്ടിടമുണ്ട്, നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കാണാൻ പറ്റും. നിറച്ച് ഈ കോൺക്രീറ്റിന്റെ ഇടയിൽ ഇങ്ങനെ കാട് പടർത്തി ഇങ്ങനെ താഴേക്ക് ഇട്ട് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൈലൈൻ്റെ ഒരു എഞ്ചിനീയറോട് വന്നിട്ടുണ്ടായിരുന്നു. സ്കൈലൈൻ ബിൽഡേഴ്സില്ലേ, എൻ്റെ എഞ്ചിനീയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഞ്ചിനീയർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അപ്പോൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് ഈ ബിൽഡിങ്ങുകൾ, കോൺക്രീറ്റ് കാടുകൾ, നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റ് കാടുകൾ പണിയുന്നതിൻ്റെ തത്തുല്യ അളവിലോ അതിൻ്റെ മെച്ചപ്പെട്ട കൂടുതൽ രീതിയിലോ ഈ കോൺക്രീറ്റ് കാടുകളിൽ തന്നെ നാച്ചുറൽ കാടുകളെ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എൻ്റെ പുള്ളി ചോദിച്ചാൽ അത് എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ബാൽക്കണികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രീ പ്ലാൻഡ് ആയിരിക്കണം, അത് കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണം. കാരണം അവിടെ കുറച്ച് കാറ്റ് പിടിക്കുന്ന ചെടികളും സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് എഫോർഡബിൾ ആയിരിക്കണം. അപ്പോൾ അതിൽ കമ്പി, കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി ഈ സാധനങ്ങളിലൊക്കെ കുറച്ച് കട്ടി അങ്ങനെയൊക്കെ മെച്ചപ്പെട്ടതായിരിക്കണം. എന്നിട്ട് അതിൻ്റെ വേരുകളെ താഴേക്ക് ഇറക്കുക. അത് നേരെ താഴ്ത്തേക്ക് ഇറക്കരുത്, അത് ഡയഗണലായിട്ട് ഇറക്കണം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ബലം കുറയും, കെട്ടിടത്തിന് സുരക്ഷിതത്വം കൂടും. അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ ബിൽഡിങ്ങുകൾ പണിത് താക്കോൽ കൈമാറുന്ന സമയത്ത് ആ ബന്ധം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷെ താങ്കൾ പറഞ്ഞതനുസരിച്ച് ആ കോൺക്രീറ്റ് കാടിനെ ഫുള്ളി ഒരു നാച്ചുറൽ കാടാക്കി മാറ്റാൻ പറ്റുന്ന ഈ ടെക്നോളജി ഞങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് പിരിഞ്ഞു പോരേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ മെയിൻ്റനൻസായിട്ട് ബന്ധപ്പെട്ട് ആ പണിത് കൊടുത്ത പിന്നെ ആ ഓണറോട് ഞങ്ങളെന്നും അടുപ്പത്തിലായിരിക്കും, ഇൻ കോണ്ടാക്റ്റിലായിരിക്കും. അപ്പോൾ ആൾക്കത് ഭയങ്കര സന്തോഷമായി. ഉണ്ടല്ലോ, ശ്രീലങ്കയിലൊക്കെ ഉണ്ടല്ലോ. അല്ല ഞാൻ പറയാം അവർ ചെയ്തിട്ടുണ്ടോന്ന് അത് ഞാൻ അന്വേഷിച്ചില്ല. ഞാനിങ്ങനെ ആശയം കൊടുത്തു, പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകണമല്ലോ, എനിക്ക് അതിന് നേരം കിട്ടില്ല. പല സ്ഥലത്തേക്കും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സർക്കാരിൻ്റെ തന്നെ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നെ. പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചേ അവരുടെ പ്രായം, നമുക്കൊക്കെ ഓരോ തിരിച്ചറിവിൻ്റെ ഓരോ കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അതിൻ്റെയൊക്കെ ഒരു മൂല്യം തിരിച്ചറിയാൻ സാധിക്കുക. അവരുടെ ആ ഒരു പഠന കാലഘട്ടമാണെങ്കിൽ പോലും പഠിക്കുന്നു, മറന്നു കളയുന്നു. പക്ഷേ അതിൽ കുറച്ചെങ്കിലും പേര് ഇതിലവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കും വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാലോ. ഇപ്പം ഞാനിവിടെ സ്കൂൾ ട്രിപ്പുകളൊക്കെ വരുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവജാലങ്ങൾ മുഴുവൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. ഈശ്വരൻ എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സൽ പവർ, ഓൾമൈറ്റി പവർ. അപ്പോൾ ഈ സൃഷ്ടികൾ മുഴുവൻ തമ്മിൽ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈശ്വരനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം. സൃഷ്ടിയെ സ്നേഹിച്ചാൽ സ്നേഹം സൃഷ്ടാവിലെത്തി. മറ്റുള്ളവരുടെ ആശയങ്ങളെ ഖണ്ഡിക്കല്ല കേട്ടോ, അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങളും ആശയങ്ങളാണ്. ഞാനൊരിക്കലും അവരെ ഖണ്ഡിക്കാൻ ആളല്ല. പക്ഷെ എൻ്റെ വിശ്വാസം എങ്ങനെയാണ്, ഞാൻ ഈ സൃഷ്ടിയെ സ്നേഹിക്കുമ്പോൾ സൃഷ്ടാവ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ സ്നേഹം സൃഷ്ടാവിന് സമർപ്പിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടാണ്. ഈ ഇപ്പോൾ പാമൊയിലുകൾ, പ്രാവുകൾ കണ്ട അവരൊക്കെ എന്തൊരു സന്തോഷത്തിലാണ് അവർ. ഇതൊരു ഇക്കോസിസ്റ്റം അല്ലേ, നമ്മളെല്ലാവരും അഴിച്ചു വിട്ടേക്കല്ലേ. വല്ല പ്രൊട്ടക്ഷനോ അവരുടെ ആ ശൈശവകാലം മറികടക്കാൻ അവർക്ക് വല്ല പ്രൊട്ടക്ഷൻ അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ അവരെ കേജ് ചെയ്യണുള്ളൂ. അല്ലാത്തവരെയൊക്കെ മെച്യൂറായതും അവരൊക്കെ ഫുൾ കണ്ടില്ലേ, ഒക്കെ ഫ്രീ വിട്ടേക്കാണ്. നമ്മളുടെ പരിസരത്തും സഹജീവികളോടൊത്ത് എങ്ങനെ സഹകരിച്ച് വസിക്കാം, എങ്ങനെ എക്സിസ്റ്റൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ എല്ലാ ജന്തുജീവജാലങ്ങളും ചരാചരങ്ങളും സഹകരിച്ച് ഒരിടത്ത് വസിച്ച് അങ്ങനെ അതൊരു സ്വർഗമാക്കി മാറ്റി ഈശ്വരന് പൂജയായി കൊടുക്കാം. കണ്ടോ, നമ്മളെല്ലാവരും സഹകരിച്ച്, സൃഷ്ടികളെല്ലാവരും സഹകരിച്ച് ജീവിക്കുന്നത് കാണാനല്ലേ ഈശ്വരന് താല്പര്യം. അത് തന്നെ പൂജയാണ്, ഇത് തന്നെയാണ് ഈശ്വര പൂജ. അതെൻ്റെ കാഴ്ചപ്പാടാണ്.
ഓരോരുത്തരും വൈവിധ്യ ജീവികളാണ്. നമ്മളെ നിയോഗിക്കപ്പെട്ടേക്കുന്നത് വൈവിധ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആകാരവടിവും പ്രകൃതമൊക്കെ കാണുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ആ മനുഷ്യനിലേക്ക് പേഴ്സണലി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ആ മനുഷ്യൻ വേറൊരു വ്യക്തിത്വമാണ്. മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ മനുഷ്യനും ഈ മനുഷ്യനായിട്ട് യാതൊരു വക സിമിലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിവ്യത്യസ്തമായി മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ദൗത്യങ്ങൾ അല്ലേ, അങ്ങനെ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന റോള് മറ്റുള്ളവരിൽ നിന്ന് ചെറിയ വ്യത്യസ്തത ഉള്ളത് കാരണം കൊണ്ട് അവർ ആ ഒരു വ്യത്യസ്തതയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ വീട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സമൂഹം ഒന്നടക്കം ഇതിനൊരു വ്യത്യസ്ത കണ്ണുകൾ കൊണ്ട് കാണുന്നത് കാരണം കൊണ്ട് അവർ പ്രതികരിക്കുന്നത് അവരുടെ മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും. അത് എനിക്ക് ഇണങ്ങണതാവണം എന്നില്ല. പിന്നെ അതുമാതിരി തന്നെ സർക്കാരും ഇങ്ങനത്തെ ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് കൗതുക മനുഷ്യനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൗതുക കർമ്മങ്ങളെ ആ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സമൂഹം എങ്ങനെ വിലയിരുത്തി എന്നുള്ളത് ആദ്യം നമുക്ക് ചിന്തിക്കുമ്പോൾ അവരൊരു പരിഹാസ രൂപേണയായിരുന്നു. ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് അന്ന് മരുഭൂമിയിലൊക്കെ കിടക്കുമ്പോൾ ഡ്രൈ ആയി പോവും. പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ ഇത് അങ്ങാണ്ട് ചീർത്തു, അങ്ങനെ വന്നേക്കണ എന്തോ ഒരു പ്രതികരണം പോലെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളിലും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. ഇപ്പം ഞാൻ കൗതുക പാർക്കിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ബെസ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്. അപ്പോൾ ഇനി ഇവിടെ കൗതുക പാർക്കിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ വേസ്റ്റാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പരിഹാസങ്ങളും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ചെയ്യണതല്ല. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് വിലയിരുത്തിയിട്ട് അവർ പ്രതികരിക്കുന്നത് അങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ വേസ്റ്റായിരിക്കും, നമ്മളെ സംബന്ധിച്ച് വേസ്റ്റ് അല്ല, അത് ബെസ്റ്റാണ്. അത് ബെസ്റ്റാക്കി എടുക്കേണ്ടത് നമ്മളുടെ കമ്പനിയുടെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരാൾ എന്നെ തെറി പറഞ്ഞു, എന്നെ കളിയാക്കി. അപ്പം ഞാൻ തിരിച്ചറിയേണ്ടത് ഇവരാരും കാണാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കണേ. ആദ്യം അവർ അങ്ങനെ പ്രതികരിക്കുള്ളൂ. നാളെ അവർക്കിത് കണ്ട് ഇതിൻ്റെ വിജയഫലങ്ങൾ കാണുമ്പോൾ അവർ നമ്മൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിൽക്കും. അതുവരെ നമ്മൾ ക്ഷമിക്കണം. അപ്പം നമ്മളെന്താ ചെയ്തേക്കണേ, അവരിൽ നിന്ന് പുറപ്പെടുവിച്ച ആ വെർബൽ വേസ്റ്റ് നമ്മൾ കാലക്രമേണ അത് നമ്മളുടെ നല്ലതിന് വേണ്ടി ഉപയോഗിച്ച് അത് ബെസ്റ്റാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കൗതുക പാർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ 100% എന്ന് പറയാൻ പറ്റില്ല. കാരണം ആർക്കൊക്കെ ഇതിനെ വിലയിരുത്താൻ സാധിക്കണോ അവർക്കാണ് കൗതുക പാർക്കിനെ കുറിച്ച് ഉള്ള ഒരു ധാരണ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വരുള്ളൂ. എൻ്റെ പേര് വർഗീസ് വെളിയത്ത്. അതായത് എൻ്റെ പേര് വർഗീസ് വെളിയത്ത് എന്നാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വർക്കി വെളിയത്ത് നിന്നാക്കി പേര് മാറ്റി. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, കുറച്ച് പൈസ ചിലവുണ്ട്. അങ്ങനെ ഇപ്പോൾ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും എൻ്റെ റെക്കോർഡുകൾ കംപ്ലീറ്റ് പേര് മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സർക്കാരിന് എഴുതി കൊടുക്കുന്ന സമയത്ത് വർഗീസ് VM അല്ലെങ്കിൽ വർക്കി വെളിയത്ത് എന്ന് എഴുതി. അപ്പോൾ ആദ്യത്തെ സർട്ടിഫിക്കറ്റിൽ വർക്കി വെളിയത്ത് എന്നുള്ള പേരിലാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത്. അപ്പോൾ പിന്നെ 2 തരത്തിലാവാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളിലും പിന്നെ ഞാൻ വർക്കി വെളിയത്ത് നിന്ന് മാത്രം എഴുതി കൊടുത്ത് അങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾ കിട്ടിയത്. അപ്പോൾ ഇനി വർഗീസ് എന്ന വർക്കി വെളിയത്ത് എന്ന് എനിക്ക് റെക്കോർഡിക്കലാക്കണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കുറച്ച് അതിന് ഫോർമാലിറ്റീസ് ഉണ്ട്, സമയമെടുക്കും. അങ്ങനെ എൻ്റെ ലൈസൻസ് അങ്ങനെ എല്ലാവരും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും വർക്കി വെളിയത്തുനിന്നാക്കി മാറ്റി. അത് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, ഒക്കെ ഒരു രസം. ഭാര്യ, മോള്, ഞങ്ങൾ 3 ആളാണ്. ഞങ്ങളുടെ വീടും പേര് വെളിയത്തുനിന്നാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരവരുടെ വീട്ടുകാർ ആ വീട്ടുപേരിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അവരുടെ ഒരു സംഘടന പോലെ ഉണ്ടാക്കുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വെളിയത്ത് ട്രസ്റ്റിൽ ഞാൻ അംഗത്വം ചേർന്നിട്ടില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം ഞാൻ വെറും ഒറ്റയാണെന്നല്ല, അനാഥത്വത്തിലാവുമ്പോൾ
നമ്മൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കും ചെയ്യും. അപ്പം നമ്മുടെ സെൽഫ് എഫിഷ്യൻസി വർദ്ധിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. എ മാൻ ഈക്വൽ ടു എ ടീം. എ മാൻ ഈക്വൽ ടു എ ടീം. ഞാൻ ഒറ്റയാണ്, എന്ത് സംഭവിച്ചാലും ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും എന്ന ചിന്ത വരുമ്പോൾ നമ്മൾ തന്നെ സ്വയം ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടി വേണ്ട എലമെൻറ്റ്സ്, കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് ശീലമാക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് ശീലമായി അങ്ങനെയാണ് ഈ കൗതുക പാർക്കിൽ ഈ ഒരു ആശയം എ മാൻ ഈക്വൽ ടു എ ടീം. കല്യാണം, മാമോദിസ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു ആവർത്തന അടിസ്ഥാനത്തിൽ ആചാരങ്ങളായി കൊണ്ടുപോരുകയാണ്. പക്ഷേ ഞാൻ 30 വർഷമായിട്ട് ഒരു കല്യാണം, മാമോദിസ ഇങ്ങനത്തെ സോഷ്യൽ ഫങ്ഷനുകളിൽ അതിന് ഞാൻ പോകാറില്ല. ഞാൻ എപ്പോഴും അനാഥനാണ്. ഒരു കാരണവശാലും എന്നോട് ചേർന്ന് നിൽക്കേണ്ട എൻ്റെ ബന്ധുക്കളോ എൻ്റെ അടുത്തവരോ ആരും ഞാനായിട്ട് അടുപ്പത്തിലല്ല. അവരായിട്ട് ഇഷ്ടക്കേടില്ല, പക്ഷെ ഞാൻ അവരായിട്ട് അടുപ്പത്തിലല്ല. ഞാൻ കൂടുതൽ അടുക്കുന്നത് എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. ഇന്ന് തന്നെ ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ എനിക്ക് വിളിക്കുകയും നമ്മൾ കാണുകയും സംസാരിക്കേണ്ടായിരുന്നു. എത്രയോ പഴയ കാലം തുടങ്ങി നമ്മൾ ബന്ധുക്കളാണ് അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് നമ്മളുടെ സംഭാഷണങ്ങളും സംസാരങ്ങളും പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കണ്ടവരല്ല നാളെ എന്നെയോ എൻ്റെ ചെയ്തികളോ കാണാൻ വരുന്നവർ. അപ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് പരിചയമുള്ള ആളുകളെ അല്ല എനിക്ക് ബന്ധപ്പെടാനും കണ്ടുമുട്ടാനും ഒരു നിമിഷം സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. അത് ഇന്നോവേഷൻ്റെ ഭാഗമാണ്. ഇന്നോ ഇന്നലെയോ കാണാത്ത എൻ്റെ കണ്ണുകൾക്ക് ഒരു നവീന സുഖം പകരുന്ന, കാഴ്ച ഗുണം പകരുന്ന എന്തൊരു അനുഭൂതിയാണോ അതിലാണ് ഞാൻ പങ്കെടുക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടേക്കില്ല. ഞാൻ ഈ ചിന്തിച്ച പോലെ ചിന്തിക്കുമ്പോൾ ഒരുപാട് സസ്യജന്തു ജീവജാലങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അവർ സന്തോഷിക്കുന്നു. നമ്മൾ ഈ കാവ് എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, ബയോഡൈവേഴ്സിറ്റി ഹോട്ട് സ്പോട്ട് എന്നൊക്കെ പറയില്ലേ. ഭൂമിയുടെ സ്ഥാനത്ത് മരുഭൂമി വേണം. വേൾഡ് വൈഡ് ഇക്കോളജിക്കൽ ബാലൻസിൽ എന്ത് മാറ്റം വരുന്നതിൻ്റെ കെമിസ്ട്രി എനിക്കറിയില്ല. കാരണം പ്രകൃതിയാൽ നിർമ്മിതമായ ഓരോ സ്ഥലങ്ങളിലും വെള്ളം എങ്ങനെയാണോ, നദികൾ അത് അതുപോലെ തുടരേണ്ടി വരും. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ലോകത്ത് മാറ്റം വരുന്നല്ല ഞാൻ പറയണത്. മരുഭൂമിയുടെ അവസ്ഥയിൽ കിടക്കുമ്പോഴായിരിക്കും വേൾഡ് വൈഡ് ഇക്കോളജി ബാലൻസ്ഡ് ആയിരിക്കുക. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. മലകൾ ചെറിയ തോതിലൊക്കെ മനുഷ്യൻ്റെ കൺസ്ട്രക്ഷനോ അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതിൽ തെറ്റില്ലായിരിക്കാം. പക്ഷേ അത് വൈഡായിട്ട് എടുത്തിട്ട് ആ ഇക്കോളജിയുടെ ബാലൻസിനെ വ്യത്യാസം വരുത്തുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എൻ്റെ കൊച്ചറിവനുസരിച്ച് എനിക്കറിയില്ല. മാറ്റങ്ങൾ വരാം, എനിക്കറിയില്ല സംഭവം.
നമ്മളുടെ ആ കർമ്മ ചെയ്തികൾ രാവും പകലും ഇരപകലില്ലാതെ എൻ്റെ ഒരു തപസ് പോലെ ഇതിലിറങ്ങി തിരിക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാണ്. ഞാൻ ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോണതായിട്ടും പുതിയ അനുഭൂതികൾ കിട്ടുന്നതായിട്ടും പ്രകൃതിയോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നതും പ്രകൃതി നമ്മളുടെ കൂടെ നിൽക്കുന്നതായിട്ട് ഒരു അനുഭൂതിയാണ് ആ സംഭവം. അപ്പോൾ എത്ര കണ്ട് അതിലേക്ക് ആഴത്തിലിറങ്ങുമ്പോഴും അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭൂതികളും ഒരുപാട് സമയം ഇനിയും ഇതിൽ ചിലവഴിക്കാൻ തോന്നുന്ന ആയുസ് വർദ്ധിക്കുന്നതായിട്ടൊക്കെ തോന്നും. അതിനർത്ഥം ഞാനിപ്പോൾ 24 മണിക്കൂറും ഇതിൽ നിൽക്കുകയല്ല കേട്ടോ. അത് ആവർത്തന വിരസത വരും. ഇതിനിടയ്ക്കൊക്കെ ഇതിൽ നിന്ന് എനിക്കും ചെറിയ എന്താ പറയുക ആവർത്തന വിരസത തോന്നുമ്പോൾ യാത്രകളിലൂടെ പോയിട്ടാണ് ഞാൻ പല സ്ഥലത്തേക്കും യാത്ര പോകും. അന്വേഷിയായിട്ടാണ് എൻ്റെ യാത്രകൾ മുഴുവൻ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരുപാട് എന്താ പറയുക കെട്ടിക്കിടക്കുന്ന നമ്മളുടെ ആ ഒരു മനസ്സിലെ സെഡിമെൻസില്ലേ, ആ സെഡിമെൻസൊക്കെ അലിഞ്ഞ് ഇല്ലാതെ പോയി പുതിയ റിലാക്സ് ആവും, ഒരു പുതിയ ആളായിട്ട് തിരിച്ചു വരും. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ആകെ വിഷണ്ണനാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സുഖം ദുഃഖം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഓട്ടോമാറ്റിക് ആ ഓരോ നിമിഷങ്ങൾ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ യാത്രകൾ പോകുമ്പോൾ നമ്മൾ കൂടുതൽ റിഫ്രഷായിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. യാത്രകൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമാണത്. സൂര്യൻ അസ്തമിക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ മാത്രം മുടക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ മുടക്ക് വരുന്നത് ഞാൻ മരിക്കുന്നു. വയലാറല്ലേ ഇത്, ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി ജീവിച്ചിരുന്നെങ്കിൽ തന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞ് കവിത എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഈ കൗതുക പാർക്കിൽ വന്നിട്ട് ഇദ്ദേഹത്തോടൊപ്പം ഇനിയും കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളായിരിക്കണം. അല്ല, പിരിഞ്ഞു പോകാൻ തോന്നരുത്. അപ്പം ഞാനത് എൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും അങ്ങനെയായിരിക്കണമെന്ന്. അപ്പം നമ്മളുടെ ഈ സമൂഹം മുഴുവൻ ഗോസിപ്പുകളിൽ നിന്ന് ഉൾവലിഞ്ഞ് അവർക്ക് അവരുടേതായ ലോകത്തിലേക്ക് കയറുമ്പോൾ അനാവശ്യ കാര്യങ്ങൾ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഒന്നും നടക്കില്ല. കാരണം അവർക്ക് സമയമില്ല. അവർക്ക് ഈ ഓരോ നിമിഷം അവർക്ക് വിലപ്പെട്ടതാണ്. മറ്റേതല്ല, ഓരോ നിമിഷം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പിടിയില്ലാത്ത കാരണം കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ മോഷണമാവാം, ഗോസിപ്പുകളാവാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കുറ്റകൃത്യങ്ങളിലേക്ക് ആയിരിക്കാം. അതിൽ നിന്ന് വിമുക്തരായി അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ച് കയറുമ്പോൾ അവരും ആസ്വദിക്കുന്നു, കണ്ടു നിൽക്കുന്ന മറ്റുള്ളവരും ആസ്വദിക്കും. ഇതാണ് ഇതിൻ്റെ ആശയങ്ങൾ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പാതയിലൂടെ സഞ്ചരിക്കുന്നു, നമ്മളുടെ സംതൃപ്തിയാണ്. ആ സംതൃപ്തിയിലൂടെ ഞങ്ങൾ പോകുമ്പോൾ മറ്റാരുടെയും അഭിപ്രായങ്ങൾ വിലയിരുത്തേണ്ട എന്നല്ല. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾക്കൊക്കെ അവരുടേതായ കൃത്യമായ അത് വിലയുള്ളതാണ്. ഇവിടെ ശരിക്കും ഇവിടുത്തെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വരുന്ന സ്കൂൾ കോളേജ് സ്റ്റുഡൻസാണ്. അതേസമയം ടീച്ചേഴ്സ്, ജനറൽ ടൂറുകൾ ഒക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അവർ സെർച്ച് ചെയ്യുമ്പോൾ നിയർ ബൈ ടൂറിസ്റ്റ് പ്ലേസസ് സെർച്ച് ചെയ്യുമ്പോൾ കൗതുക പാർക്ക്. അപ്പോൾ സാധാരണഗതിയിൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിരപ്പള്ളി ഞങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ മ്യൂസിയം ഞങ്ങൾക്കറിയാം,
സൂ ഞങ്ങൾക്കറിയാം. പക്ഷെ കൗതുക പാർക്ക് അപ്പോൾ വേഗം ഇവർ കൗതുക പാർക്കിൽ ക്ലിക്ക് ചെയ്യും. കാരണം അത് എന്താണ്, ഈ സബ്ജക്റ്റ് കേട്ടിട്ടില്ല. അപ്പോൾ ഇവർ കയറി നോക്കുമ്പോൾ അവർക്ക് കൗതുകമുള്ള കാര്യങ്ങളാണ് അത് കാണണത്. പിന്നെ ഞാനാണല്ലോ കയറി സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറയുന്ന കാര്യങ്ങളിലൂടെ അല്ല എൻ്റെ സംസാര യാത്ര. അതും അവരിഷ്ടപ്പെടും. അപ്പം നമ്മളുടെ ആശയങ്ങൾ എപ്പോഴും ദാരിദ്ര്യമുള്ളതാവരുത്, സമ്പന്നമായിരിക്കണം. അത് സമ്പന്നമായിരിക്കണമെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഇന്നോവേറ്റീവ് ആയിരിക്കണം. ഇന്നലകളിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവങ്ങൾ, ആവർത്തന വിരസതയായിരിക്കും. നല്ല അനുഭവങ്ങളെല്ലാം നമുക്ക് തരിക. നാളത്തെ ദിവസം പിറക്കുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം. എന്നും നമ്മളുടെ മനസ്സ് ഇങ്ങനെ കൊതിക്കുന്നത് പുതിയത് ഇന്നോവേഷൻ. അങ്ങനെ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മത്തിലും അത് പ്രതിഫലിക്കും. അതായത് നമ്മൾ കൊതിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കർമ്മത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്നലകളിലൂടെ അല്ല നമ്മൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ അത് ആവർത്തന വിരസതയല്ല. അവരെ സംബന്ധിച്ച് അവരുടെ കണ്ണുകൾ കാണുന്നത് മറ്റൊരു വിസ്മയമായിരിക്കും. എന്ത് ചെയ്യായാലും എന്ത് പറയായാലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൽ ഇപ്പോൾ ആരെങ്കിലും ഇവിടെ വന്നൊക്കെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് മക്കൾ എത്ര പേരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറയും 10 പേർക്ക് 9 ആൾ കുറവാണ്. അപ്പോൾ അടിമോളൊന്ന് നോക്കൂര്, അടിമോൾ നോക്കിയിട്ട് പറഞ്ഞു ഇയാൾക്ക് 10 മക്കൾക്കുള്ള സാധ്യതയുണ്ടോ. അപ്പോൾ അടുത്ത് നിൽക്കുന്ന സഹയാത്രികൻ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അത് പറഞ്ഞത് 10 ആൾക്ക് 9 ആൾ കുറവാണെന്നോ, അതായത് ഒരാളുള്ളൂ എന്ന് കണ്ട. അപ്പോൾ അവിടെ ഒരു സസ്പെൻസ് പൊളിക്കുകയാണ് നമ്മൾ. പക്ഷേ ഞാൻ പറയുന്നത് സാധാരണ കാര്യമാണ്, എനിക്കൊരു മകളുള്ളൂ എന്ന് എനിക്ക് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്യണത് തന്നെ ഇന്നോവേഷൻ ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. 10 ആൾ എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം, സ്കൂളിൽ പോയിട്ടില്ല അല്ലേ? അതൊരു എൻ്റെ ഒരു ഫലിത രൂപേണ അവരെ കൂടുതൽ രസിപ്പിക്കുകയാണ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് സംസാരിക്കുന്നോ എന്ത് ചെയ്യുന്നോ ഈ സംഭവങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് അനുഭവം ഇല്ലാത്തതായിരിക്കണം, അൺഫാമിലിയർ ആയിരിക്കണം. അപ്പോഴാണ് അതിനെ ഒന്നുകിൽ അവർ വിമർശിക്കാൻ തോന്നുന്നത്. എന്തായാലും അവരുടെ പ്രതികരണം ഉറപ്പാണ്. അവർ അതിനെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കാം, കൗതുകത്തോടെ സ്വീകരിക്കാം. അവർ വളരെ എന്താ പറയുക സാറ്റിസ്ഫാക്ഷനോട് കൂടി അതിനെ സ്വീകരിക്കാം. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വിരുന്ന് ഒരു ഇന്നോവേറ്റീവ് ഫോമിലായിരിക്കണം. അപ്പം ഞാൻ ഒത്തിരി കവിതകൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, 100 ചില്ലാൻ കവിതകൾ. അങ്ങനെ ഒരു വാസനയുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ കെട്ടുകഥകൾ നട്ടെല്ലിൽ കെട്ടിപ്പുണർന്ന് മർത്യനെ വട്ടാക്കി നട്ടം തിരിക്കുന്ന നാട്ടിൽ വെട്ടമുള്ള കഥകൾ കേട്ട് ജനക്കൂട്ടം ഞെട്ടിത്തെറിച്ച അട്ടഹസിക്കട്ടെ. ആ പ്രാസോപ്പിച്ചാണ് എൻ്റെ കവിതകൾ മിക്കവാറും ഞാൻ എഴുതിയേക്കണേ. അപ്പോൾ ആ കവിതകൾ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം. ആദ്യം ഇത് പൊട്ടത്തരാണ്, പക്ഷേ ഇത് വെട്ടമുള്ള കഥയായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അവർ ഞെട്ടിത്തെറിച്ച് അട്ടഹസിക്കട്ടെ എന്നാണ് ആ കവിതയുടെ പ്രാസോപ്പിച്ചിട്ടുള്ള ആന്തരാർത്ഥം. അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ അതുവരെ ക്ഷമിക്കണം. നമ്മളിലേക്ക് എത്തുന്ന, നമുക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഓരോന്നും നാളെ നമ്മളുടെ വലിയൊരു അസറ്റാണ്, നമ്മളുടെ ഒരു നിധിയാണത്. ആ നിധിയെ നമ്മളിലൂടെ പ്രോസസ്സ് ചെയ്ത് അത് ബെസ്റ്റാക്കി മാറ്റാൻ നമുക്ക് ശേഷിയില്ലാതെ പോയാൽ അത് എന്നും വേസ്റ്റായി തന്നെ നിൽക്കും. പക്ഷേ ഇതിലേക്ക് എന്ത് വരുന്നതും ഒക്കെ ബെസ്റ്റാണ്. എന്ത് നെഗറ്റീവ് സന്ദേശങ്ങളോ അനുഭവങ്ങളോ അതല്ലെങ്കിൽ വിമർശനങ്ങളോ എന്തൊക്കെ വരണതോ എൻ്റെ ഫാക്ടറിയിൽ ഞാനത് സംസ്കരിക്കുമ്പോൾ അത് ബെസ്റ്റ് സാധനങ്ങളായി മാറും.